أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആവശ്യകതയുമായെല്ലാം ഇനി പറയാൻ പോകുന്ന കാര്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫോണും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പൂർണ്ണമായി പറയുന്നതിലേക്ക് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉണർത്തുന്നു. ഇത് ഞാൻ പറയാനുള്ള കാര്യം, ക്ലാസ് ഒരു വഴിക്കും ഞാനൊരു വഴിക്കും നിങ്ങളൊരു വേറെ വഴിക്കും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരുത്തം കൊണ്ട് ആ സമയനഷ്ടം മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ടാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ വിലയേറിയ ഈ സമയം ഇഹപര നന്മകൾക്ക് അനുഗുണമാകുന്ന രൂപത്തിലേക്ക് മാറ്റുവാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് 8-10 വർഷം ഖുർആൻ പഠിപ്പിക്കുകയും ഹിഫ്ള് ആക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അതിൻ്റെ പ്രധാന അധ്യാപികയോട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി പ്രിയപ്പെട്ട ടീച്ചറിൻ്റെ ഇത്രയും നാളത്തെ ഖുർആൻ പഠന കാലയളവിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപക കാലയളവിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ ഹൃദയസ്പർശിയായ ഒരനുഭവം വിവരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ ടീച്ചർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ആമുഖമായി പങ്കുവെക്കുന്നത്. ആ ടീച്ചർ പറഞ്ഞത്, ഒരു പ്രായമായ, അവരുടെ പ്രായം ഏകദേശം 74 വയസ്സ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 4 വയസ്സ് മുതൽ 50-55 ഇടക്ക് പ്രായമുള്ള വിവിധ ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാൾ പ്രായം കൂടിയ 74 വയസ്സുള്ള ഒരു സ്ത്രീ വളരെ ആവേശത്തോടു കൂടി ഈ ടീച്ചറെ സമീപിച്ചിട്ട് ഖുർആൻ ഹിഫ്ള് ആക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഈ ടീച്ചറോട് പറഞ്ഞു. അപ്പോൾ ആ സ്കൂള് അല്ലെങ്കിൽ ആ ഹിഫ്ള് പഠിപ്പിക്കുന്ന സ്കൂളിൻ്റെ ഒരു ബൈലോ അനുസരിച്ചിട്ട് 5 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെയാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 74 വയസ്സുള്ള സ്ത്രീയുടെ വളരെ അത്യുത്സാഹവും അവരൊരു ഡെഡിക്കേഷനും അവരൊരു ആവേശവും എല്ലാം കണ്ടപ്പോൾ ഈ ടീച്ചർ അവിടെ ചേർത്തു. നിങ്ങളൊന്നുകൂടി ഓർക്കുക, 74 വയസ്സുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ അവർ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഏകദേശം 6 വർഷത്തോളം അവർ എടുത്ത് ഖുർആൻ പരിപൂർണമായി ഹിഫ്ളാക്കി. അപ്പോൾ നമുക്കറിയാം അവരുടെ വയസ്സ് എത്രയായിട്ടുണ്ടെന്ന്, 80 വയസ്സായി. അങ്ങനെ വളരെയധികം സന്തോഷത്തോടുകൂടി ആ സ്ത്രീ 80-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കുകയും ആ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കരസ്ഥമാക്കി വളരെയധികം സന്തോഷത്തോടുകൂടി പോവുകയും ചെയ്തു. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് പോയി ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയിൽ വ്യാപൃതരായി. ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ടീച്ചർ യാദൃശ്ചികമായിട്ട് 80-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളായ ആ ഉമ്മയെ, ആ സ്ത്രീയെ വീണ്ടും കണ്ടുമുട്ടി. അവർ പരസ്പരം പരിചയമൊക്കെ പുതുക്കി ഖുർആൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വളരെ ആവേശത്തോടുകൂടി ഞാൻ
ആ ഖുർആൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുകയാണ്. ഞാനത് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നു. എന്നാലും എൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മറവികൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ ഖുർആനിനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഖുർആൻ ഓത്ത് ശ്രദ്ധിക്കുവാനോ അതല്ലെങ്കിൽ അത് കേട്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് പറഞ്ഞു തരാനൊന്നും കൃത്യമായിട്ട് ഒരാളില്ലാത്തതിനാൽ ടീച്ചറെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഖുർആൻ ഒന്നുകൂടി കേൾക്കണം, എൻ്റെ ഖുർആൻ ഞാൻ പഠിച്ച എൻ്റെ ഹിഫ്ദിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരുന്നു എന്ന് പറയുകയും ചെയ്തു. ടീച്ചർ വളരെ സന്തോഷപൂർവ്വം അവരുമായി വീണ്ടും ക്ലാസ്സുകൾ തുടങ്ങി. അപ്പോൾ അവരുടെ പ്രായാധിക്യം കൊണ്ട് ചില സൂറത്തുകൾ, ഇപ്പോൾ സൂറത്ത് യാസീൻ എങ്ങനെ ഓതിയാലും ചില ആളുകൾക്ക് തീരൂല, സൂറത്തുൽ കുലിയ അയ്യുഹൽ കാഫിറുൻ ഓതിയാലും തീരില്ല, അതേപോലെ തന്നെ അൽബക്കർ ഓതി ഇന്നല്ലദീന ആമനു എന്നുള്ളത് കഴിഞ്ഞിട്ട് വേഗം ഖത്തമല്ലാഹു അലാ കുലൂബിഹിൻ വരെ നേരെ യാസീലും, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ടീച്ചർ അവരോട് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, നമുക്കൊന്നുകൂടി ഒരു ദൗറ, ഒന്നുകൂടി ഇതൊന്ന് ആദ്യം മുതൽ ആവർത്തിച്ച് പഠിക്കാമെന്ന് ഇങ്ങനെ പറയുകയും 80-ാമത്തെ വയസ്സിൽ വീണ്ടും അവരിത് ഓതി ഏകദേശം സൂറത്ത് ഹൂദിലെത്തിയപ്പോഴേക്കും അവർ മരണപ്പെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഖുർആൻ ഹിഫ്ദ് ചെയ്ത 80 വയസ്സ് കഴിഞ്ഞ ഈ ബഹുമാന്യയായ സ്ത്രീ മരണപ്പെട്ടു പോയി. ആ ടീച്ചർ പറയാണ്, ഞാൻ കണ്ടതിൽ ഒരുപാട് കുട്ടികൾ എൻ്റെ മുന്നിലൂടെ ഖുർആൻ ഹിഫ്ദാകുകയും പഠിക്കുകയൊക്കെ ചെയ്തതിൽ ഏറ്റവും ഉത്സാഹത്തോടെ കടന്നു വന്ന, ഖുർആനിനെ നെഞ്ചോട് ചേർത്ത വളരെ കുറച്ച് ആളുകളിൽ ഒരാളായിരുന്നു ആ പ്രിയപ്പെട്ട ഉമ്മ. ഇനി നിങ്ങളവരെല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എന്ത് പ്രായമായി? എനിക്കുൾപ്പെടെ ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഞാൻ നേരത്തെ പറഞ്ഞു 5 വയസ്സ് മുതൽ 50 55 വയസ്സോ പ്രായമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠിക്കണമെന്നും ഹിഫ്ദ് ചെയ്യണമെന്നൊരാഗ്രഹം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഉണ്ടായിട്ടുണ്ടോ? ഇനി നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയുക്തനായത് എത്രാമത്തെ വയസ്സിലാണ്? എത്രയാണ്? 40-ാമത്തെ വയസ്സിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എത്രാമത്തെ വയസ്സിലാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സ് മുതലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്നത്. അതങ്ങനെ തുടർന്ന് 23 വർഷം, പ്രവാചകൻ മരിക്കുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് അറഫയിൽ വെച്ചിട്ടാണ് അവസാനത്തെ ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്തിറങ്ങുന്നത്. അതായത് 40-ാമത്തെ വയസ്സിൽ തുടങ്ങി 23 വർഷം കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാഫിള് ആയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ കൂട്ടുകാരൻ, ഖുർആനിൽ പ്രവാചകനോടൊപ്പം എടുത്തു പറഞ്ഞ പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനേക്കാൾ 2 വയസ്സ് മാത്രം പ്രായം കുറഞ്ഞ ആളായിരുന്നു. 38-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ പഠിച്ച് തുടങ്ങിയത്. 60-ാമത്തെയോ 61-ാമത്തെ വയസ്സിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഹിഫ്ദ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ പഠിക്കുവാനും ഹിഫ്ദ് ചെയ്യുവാനും ചെറുപ്പകാലത്ത് സൗകര്യം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇത്രയും പ്രായമായല്ലോ, ഞങ്ങൾ എങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നത് എന്ന് ഞാനോ നിങ്ങളോ നമ്മുടെ മക്കളോ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ കുട്ടികളാവട്ടെ, ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, 74-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിക്കുകയും 80-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളാകുകയും ചെയ്ത ബഹുമാനിയായ ആ ഉമ്മയെ പോലെ ആകുവാൻ നമുക്കിനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി 40-ാമത്തെ വയസ്സിൽ ഖുർആൻ പഠിച്ചു തുടങ്ങി 63-ാമത്തെ വയസ്സ് വരെയും ഖുർആൻ ഹിഫ്ളാക്കുകയും ചെയ്തെങ്കിൽ ഈ പ്രായത്തിൽ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ എന്ന് നാം ആലോചിക്കുക. അള്ളാഹുവിൻ്റെ അടുത്ത് നാളെ നമ്മൾ പറയുകയാണ്, ചെറുപ്പത്തിൽ എനിക്ക് ഖുർആൻ പഠിക്കാൻ സൗകര്യമില്ലായിരുന്നു, ജീവിത തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്താൻ ആയില്ല എന്ന് ആരെങ്കിലും പറയുവാനുള്ള ഒഴിവ് കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് ഖുർആൻ പഠിക്കാതിരിക്കുവാനുള്ള ഏതെങ്കിലും ഒഴിവ് കഴിവുകൾ, എക്സ്ക്യൂസുകൾ നിങ്ങൾ കാത്തുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ നിങ്ങളോട് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുക, എല്ലാ സൗകര്യവും ഇപ്പോഴുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ പഠിക്കുന്നില്ല? ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ കിതാബ് നമ്മൾ പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. ആ ഗ്രന്ഥം ഒരിക്കലെങ്കിലും ഒന്ന് മറിച്ചു നോക്കി അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് വായിച്ചു നോക്കുവാൻ പോലും നമുക്ക് സമയമില്ലെങ്കിൽ കൂട്ടരെ,
നമ്മുടെ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിഷമത്തിലാകുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഈ വർഷത്തെ വിജ്ഞാന പരീക്ഷയുടെ അധ്യായം എന്ന് പറയുന്നത് 18ാമത്തെ അധ്യായമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ, സൂറത്തുൽ നൂർ ഉൾപ്പെടുന്ന 18ാമത്തെ അധ്യായമാണ് നാം ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്കായിട്ട് ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 18ാമത്തെ ജുസ് ആണ് പഠിക്കേണ്ടത്. ആ ജുസിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ മുഅ്മിനുകളെ കുറിച്ചിട്ടുള്ള 7 അടയാളങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ക്ലാസ് ഇതാണ്: സത്യവിശ്വാസികളുടെ അടയാളങ്ങൾ. സൂറത്തുൽ മുഅ്മിനൂനിൽ 1 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ 7 അടയാളങ്ങൾ സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 7 അടയാളങ്ങൾ പറയുന്നതിൻ്റെ ആയത്താണ് നമ്മൾ ആദ്യമേ കേട്ടത്. എന്തെന്ന്? ആ ആയത്ത് ഇതാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ വിജയികളായ സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണത്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. അപ്പോൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്നവരോ നമസ്കരിക്കുന്നവരോ ഒന്നും അല്ല യഥാർത്ഥത്തിൽ വിജയികൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യവിശ്വാസികളെ ലക്ഷണമായി പറഞ്ഞ അവർ നിസ്കരിക്കുന്നവരാണ് എന്നല്ല പറഞ്ഞത്. പിന്നെയോ ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. എന്താണ് ഭയഭക്തി? നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരിക്കുന്നതാണ് സത്യവിശ്വാസികളുടെ ഒന്നാമത്തെ ലക്ഷണം. 7 ലക്ഷണങ്ങളിൽ ഒന്നാമത്തെ ലക്ഷണമായിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ 23ാമത്തെ സൂറത്തിൽ നമ്മൾ QEPയിൽ ഈ പ്രാവശ്യം പഠിക്കുന്ന സൂറത്തിലെ 1ാമത്തെ ആയത്തിൽ പറയുന്നതാണ് നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നത് വൽ ഖുശൂ ഖിയാമുൽ ഖൽബി ബൈന യദിർ റബ്ബി ബിൽ ഹുദൂഇ വദ്ദിൽ വൽ ജംഇയ്യ അലൈഹി. ഇമാം ഇബ്നുൽ ഖയ്യിം അലൈഹി റഹ്മ അദ്ദേഹം പറയുകയാണ്, ഹൃദയം പൂർണ്ണമായും കീഴ്വണക്കത്തോടെയും താഴ്മയോടെയും റബ്ബിൻ്റെ മുമ്പാകെ നിലയുറപ്പിക്കലാണ് ഖുശൂ. അപ്പം ഇങ്ങനെയുള്ള നമസ്കാരം നിർവഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആ സത്യവിശ്വാസികളാണ് വിജയികൾ എന്ന് പറഞ്ഞു. ഇനി ഖുശൂവിനെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്കതിലൂടെ ഒന്ന് യാത്ര പോകാം. അള്ളാഹുവിൻ്റെ മഹത്വം. ഇപ്പോൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ എന്തൊക്കെ കാര്യമാണ്? നെയ്യത്ത് വെച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടി കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകേണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹുവിൻ്റെ മഹത്വവും താൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധവും അവൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ട ബോധവും നമസ്കാരത്തിലേക്ക് കൊണ്ടുവരലാണ് ഹൃദയത്തിൻ്റെ ഖുശൂ. ശരീരത്തിൻ്റെ അല്ല, ഹൃദയത്തിൻ്റെ ഖുശൂ. അപ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ബോധവും അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്നുള്ളത്. വെറുതെ കൈകെട്ടി എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയി വെറുതെ തലകുത്തി മറിയലല്ല, മറിച്ച് ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നുള്ളൊരു ബോധം ആദ്യമേ തന്നെ ഉണ്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു ബോധമില്ലാതെ നമസ്കരിച്ചാൽ അവിടെ ഖുശൂ ഇല്ല. അവിടെ സത്യവിശ്വാസിയുടെ ലക്ഷണത്തിൽ പറഞ്ഞ ഒന്നും ഉണ്ടാകുകയില്ല. മാത്രമല്ല തന്നെ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധവും ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഇനി ഹൃദയത്തിൻ്റെ ഖുശൂഇൻ്റെ പൂർത്തീകരണമാണ് അവയവങ്ങളുടെ ഖുശൂ. ഇപ്പോൾ ഹൃദയത്തിൽ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമുണ്ടായാൽ നമ്മുടെ ഓരോ അവയവങ്ങളും ആ ഹൃദയവുമായി ബന്ധപ്പെടുക, അതിലെല്ലാം ഖുശൂ ഉണ്ടാവുകയും ചെയ്യും. അഥവാ ഒരാളുടെ ഹൃദയം ഖുശൂ ഉള്ളതാകുമ്പോൾ മാത്രമേ അവയവങ്ങളും ഖുശൂ ഉള്ളതാകുകയുള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ നിസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, എൻ്റെ നമസ്കാരത്തിൽ ഞാൻ എവിടെയൊക്കെ പോകുന്നു, കൈകെട്ടി കഴിയുമ്പോഴാണ് എൻ്റെ കടയിലെ പറ്റുപുസ്തകത്തിൻ്റെയും കടയിലേക്ക് വാങ്ങിച്ച സാധനങ്ങളിലേക്ക് ഓർമ്മ വരുന്നത് എന്നൊക്കെ പലരും തമാശയായി പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഹൃദയ സാന്നിധ്യമുള്ള ഒരു നമസ്കാരമല്ലാത്തതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമസ്കാരത്തിൽ ഖുശൂ ലഭിക്കാൻ ആർക്കെങ്കിലും എൻ്റെ നമസ്കാരത്തിൽ ഖുശൂ ഇല്ല എന്ന ബോധ്യം സ്വന്തമായി കാണുകയാണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മുന്നിലാണ് അടിയാനായ താൻ നിൽക്കുന്ന എന്നുള്ള ബോധത്തോടെ
താഴ്മയോടെയും വിനയവും അർപ്പിച്ചുകൊണ്ട് ഭയഭക്തനായ നിലയിലാണ് നമസ്കാരം നിർവഹിക്കുക. ഇതാണ് നമസ്കാരത്തിലെ ഭക്തി. കിബിലയുടെ നേർക്ക് കീഴ്പോട്ട് സുജൂദിൻ്റെ സ്ഥാനത്തേക്കും നോക്കുക. മേൽപോട്ടും ഇതര ഭാഗങ്ങളിലേക്കും ശ്രദ്ധയെ ആകർഷിക്കുന്ന വസ്തുക്കളിലേക്കും നോക്കാതിരിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞത്, വിരിക്കുന്ന മുസല്ല പടങ്ങളും നമസ്കരിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധ ആകർഷിക്കുന്ന സാധനങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞത്. ഓതുന്ന ഖുർആൻ വാക്യങ്ങളുടെയും ചെല്ലുന്ന ദിക്റുകളുടെയും അർത്ഥം ഓർത്തുകൊണ്ടും ഉറ്റാലോചിച്ചുകൊണ്ട്, അതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ ഓതുന്ന ഖുർആൻ, ഇപ്പോൾ ഫാത്തിഹയുടെ അർത്ഥം ചിലപ്പോൾ അറിയാമെങ്കിലും പിന്നീട് ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അത് വലിയൊരു വിഷയമാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റം ഉണ്ടായില്ല. പക്ഷെ ഖുർആൻ ചോദിക്കുകയാണ്, മതത്തെ നിഷേധിക്കുന്ന ആളുകളെ നീ കണ്ടുവോ? ആ ഒരു ചോദ്യം വരണമെങ്കിൽ അത് പഠിക്കണം. അള്ളാഹുവിനെയും അവൻ്റെ ശക്തിമാഹാത്മ്യങ്ങളെയും ഓർക്കുക. അടിയന്തരമായി നേരിട്ട ആവശ്യങ്ങൾ നിർവഹിച്ച് ഹൃദയം സ്വസ്ഥമാക്കിയ ശേഷം മാത്രമേ നമസ്കാരത്തിൽ പ്രവേശിക്കൂ. ഉദാഹരണത്തിന് നമുക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമുക്ക് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാവും. ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാൻ പോകേണ്ട സമയം, ഇതൊക്കെ നിസ്കരിച്ചിട്ട് വേഗം ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു തലകുത്തി മറിഞ്ഞത് പോരാ, മറിച്ച് സ്വസ്ഥമായി ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും എല്ലാം നിർവഹിച്ചിട്ട് ആ ഒരു രൂപത്തിലേക്കായിരിക്കണം നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. കണ്ണിനും കാതിനും സ്വസ്ഥത ലഭിക്കാത്ത സ്ഥലങ്ങളിൽ നമസ്കരിക്കുവാൻ നിൽക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ ഈ ഖുശൂ നേരത്തെ പറഞ്ഞതുണ്ടാകാൻ സഹായകരമായി തീരുന്നുണ്ട്. ഇതൊക്കെ സഹായകരമാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും അള്ളാഹുമായിട്ടുള്ള സാന്നിധ്യമാണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. മറ്റൊന്ന്, നമസ്കാരത്തിനൊരു ചൈതന്യമുണ്ട്. ചില ആളുകളുടെ, ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, നിസ്കാരം കാണുമ്പോൾ നിങ്ങൾക്ക് നമസ്കാരത്തിൻ്റെ ആ ഒരു ചൈതന്യം എത്രത്തോളം ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചൈതന്യം ഉണ്ടാകുകയാണ് ഖുശൂ അഥവാ ഭയഭക്തി. നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് ഖുശൂ കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാണ് പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഖുശൂ ഇല്ലാത്ത നമസ്കാരം ജീവനില്ലാത്ത ശരീരം പോലെയാണ്, മയ്യത്ത് ആണെന്നർത്ഥം. അതിൽ ഹദീസുണ്ട്, അത് നമ്മൾക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഖുശൂ ഇല്ലാത്തൊരു നമസ്കാരം ജീവനില്ലാത്ത ശരീരം പോലെ, മയ്യത്ത് പോലെയാണെന്നർത്ഥം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ ലോകത്ത് നിന്ന് മതവിജ്ഞാനത്തിൽ ആദ്യം നഷ്ടപ്പെടുക നമസ്കാരത്തിലെ ഖുശൂ ആണ്. അപ്പോൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് ആദ്യമേ നഷ്ടപ്പെടുന്ന നമസ്കാരത്തിലെ ഖുശൂ ആണ്. പിറകെ നമുക്ക് വിശദീകരിക്കാം. ഇനി ഒരാൾ കാലങ്ങളോളം ഇങ്ങനെ നിസ്കരിക്കുകയും എന്നാൽ ഒരൊറ്റ നിസ്കാരത്തിൻ്റെ പോലും പൂർണ്ണമായ പ്രതിഫലം അയാൾക്ക് ലഭിക്കാതെ പോവുകയും ചെയ്തേക്കാം. നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുവിൽ സ്വീകാര്യമായൊരു നമസ്കാരമാണോ നാം നിർവഹിച്ചത് എന്ന് ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നാം ആലോചിക്കുക. അല്ലെങ്കിൽ വെറുതെ ഒരു തലകുത്തിമറിയലായി പോകും. അതുകൊണ്ട് ആ സമയത്ത് ഉണ്ടാകുന്ന തലകുത്തിമറിയൽ മാത്രമായിരിക്കും രേഖപ്പെടുത്തപ്പെടുക എന്നും ഓർക്കുക. അൽ ഖുശൂ ഫി സ്വലാത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ ഹത്താ ലാ തറാ ഫീഹാ ഖാശിഅൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്, ജനങ്ങളിൽ നിന്ന്, അതായത് മനുഷ്യരിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്ന ഒരു അറിവ് ഖുശൂ ആണ്. നീ ഒരു ജമാഅത്ത് നടക്കുന്ന മസ്ജിദിൽ കയറുകയും അതിൽ ഖുശൂ ആയി നമസ്കരിക്കുന്ന ഒരാളെ പോലും നിനക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്യും. നമ്മളൊരു പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ചെല്ലുമ്പോൾ വെറുതെ മാറി നിന്ന് അവിടെ നമസ്കരിക്കുന്ന ഓരോ ആളുകളെയും വെറുതെ ഒന്ന് നിരീക്ഷിക്കുകയോ ഒബ്സർവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും പല ആളുകളുടെയും നമസ്കാരം യാതൊരുവിധ ഖുശൂ ഇല്ലാത്തില്ല. ചിലർ ഫോൺ ഫ്രണ്ടിൽ വെക്കും, കോൾ വരുമ്പോൾ അതിലേക്ക് ആരാണ് വിളിച്ചോന്ന് നോക്കും. അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇതേപോലെ പല കാര്യങ്ങളിൽ ഖുശൂ ഇല്ലാത്ത രൂപത്തിൽ നമസ്കാരത്തിലെ റുക്കൂവിൻ്റെയും സുജൂദിൻ്റെയൊക്കെ ഒരു തർത്തീബുകൾ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ, അത് പിന്നീട് വരുന്നുണ്ട്, അതിനെക്കുറിച്ച് ഹദീസുകളുണ്ട്. ആ രൂപത്തിൽ നമസ്കാരം ആയിപ്പോയാൽ ആ നിസ്കാരം കൊണ്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുല ലയുസല്ലി 60 സന
വമാ തുഖ്ബലു ലഹു സ്വലാത്തൻ വലഅല്ലഹു യുത്തിമുർ റുകൂഅ വലാ യുത്തിമുസ് സുജൂദ വയുത്തിമുസ് സുജൂദ വലാ യുത്തിമുർ റുകൂഅ. എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെയൊക്കെ നമസ്കാരം അങ്ങനെ ആകാതിരിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ 60 വർഷം നമസ്കരിക്കുന്നു. അപ്പോൾ ഒരാൾ ജനിച്ചിട്ട് ഒരു 10 വയസ്സ് മുതൽ നമസ്കരിക്കുന്നു. അപ്പോൾ 70 വയസ്സ് വരെ ജീവിച്ച ഒരാൾ 60 വർഷം അയാൾ നമസ്കരിച്ചു. എന്നിട്ടും അയാളുടെ നമസ്കാരത്തിൽ ഒന്നും സ്വീകരിക്കപ്പെടുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അയാൾ റുക്കൂ ചിലപ്പോൾ പൂർത്തിയാക്കും. അപ്പോൾ എന്താ ചെയ്യുക? സുജൂദ് പൂർത്തിയായി ചെയ്യുകയില്ല. റുക്കൂ ഭയങ്കര കാര്യമായിട്ടൊക്കെ ചെയ്യും. സുജൂദിലേക്ക് പോകണമാണ് അപ്പോൾ തന്നെ പിന്നെ ഈ പോകുന്നത് പോലെക്കാളും സ്പീഡിൽ തിരിച്ചു വരുന്നു. ഇനി വേറെ ചില ആളുകൾ റുക്കൂ വെറുതെ ഇങ്ങനെ കുനിയുന്നു പോകുന്നു, സുജൂദ് കുറേ നേരം കിടക്കുന്നു. ഇതൊന്നും പരിപൂർണമായ ഖുശൂഇൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടുള്ള ഒരു നമസ്കാരമല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റുക്കൂ ആവട്ടെ, സുജൂദാവട്ടെ, എഴുത്തിദാലാവട്ടെ, സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തമാകട്ടെ, അത്തഹിയാത്താവട്ടെ, എല്ലാം തന്നെ അതിൻ്റേതായ രൂപത്തിലും ഭാവത്തിലും അതിൻ്റേതായ കൃത്യമായ സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട രൂപത്തിലും ഖുശൂവോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ നമസ്കാരം റെഡിയാവുള്ളൂ. ഈ നമസ്കാരത്തെക്കുറിച്ച് ഇത്രയും പറയാനുള്ള കാരണം, ഈ സൂറത്തിൻ്റെ തൊട്ടു മുമ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. സൂറത്തുൽ ഹജ്ജിൻ്റെ 77-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളായിട്ട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്ത സൂറത്തുൽ മുഅ്മിനൂനിൽ ഖുശൂവിൻ്റെ കാര്യം കൂടി എടുത്തു പറയാനുള്ള കാരണം നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമസ്കരിക്കുവാനും കൂടി വേണ്ടിയാണ്. അതല്ലാതെ നമ്മളിപ്പോൾ കാണുന്ന ചെയ്യുന്ന ആ രൂപത്തിലൊരു നമസ്കാരമേ അല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നമസ്കാരം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ? ഈ നമസ്കാരം കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ തോന്നുന്നുണ്ട്? ഈ നമസ്കാരം പോലെയാണ് നമ്മുടെ നമസ്കാരമെങ്കിൽ ഇങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ കാണിച്ചത്. റുക്കൂ, സുജൂദ്, ഓത്ത്, ഈ കാര്യങ്ങളൊക്കെ യാതൊരുവിധ നമസ്കാരത്തിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ച് എന്താണോ അതേ രൂപത്തിൽ ചെയ്യാത്തതാണ് ഈ നമസ്കാരം നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നമസ്കാരമല്ല വേണ്ടത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അസ്വഉന്നാസ് ശരിക്കത്ത് അല്ലദീ യസ്രിക്കു സ്വലാത്തഹു കാല വകൈഫ യസ്രിക്കു സ്വലാത്തഹു കാല ലാ യുത്തിമ്മു റുകൂഅഹ വലാ സുജൂദുഹ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കരിക്കുന്ന ആളുകളുടെ കള്ളത്തരമാണ് നമസ്കാരത്തിലെ ഏറ്റവും വലിയ കളവ്. ലോകത്തെ ഏറ്റവും വലിയ കളവ് എന്ന് പറയുന്നത് നമസ്കരിക്കുന്ന ആളുകൾ നമസ്കാരത്തിൽ കാണിക്കുന്ന കള്ളത്തരമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നമസ്കാരത്തിൽ എന്ത് കള്ളത്തരമാണ് കാണിക്കാൻ പറ്റുക? നമസ്കാരത്തിൽ എങ്ങനെയാണ് കളവ് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുക്കൂഉം സുജൂദും ഒന്നും പൂർണ്ണമായി ചെയ്യാതിരിക്കുന്നതാണ് നമസ്കാരത്തിൽ കാണിക്കുന്ന കളവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മൾ നമസ്കരിക്കുമ്പോൾ റുക്കൂഉ മര്യാദക്ക് ചെയ്യുന്നില്ല, സുജൂദ് മര്യാദക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വലിയ കള്ളന്മാരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം കള്ളന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുവാൻ നമ്മൾ റുക്കൂഉം സുജൂദുമൊക്കെ കൃത്യമായും ഭംഗിയായും ഭക്തിയോടെയും കൂടി ചെയ്യുക. ഇനി സൂറത്ത് മറിയമിൽ 2 ആയത്തുണ്ട്. അതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത്ത വത്തബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാ. സൂറത്ത് മറിയമിൽ
59-ാമത്തെ ആയത്തിൽ പറയാണ് നിസ്കരിക്കാത്ത വൃത്തികെട്ടവന്മാരായ കുറേ ആളുകൾ വരും. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, പ്രവാചകന്മാരായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇദ്രീസിൻ്റെയും എല്ലാം ചരിത്രം ഖുർആനിൽ സൂറത്ത് മറിയമിൽ വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു പറയുകയാണ് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഈ പറയപ്പെട്ട പ്രവാചകന്മാരായ അള്ളാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചക പുങ്കവന്മാരുടെ ശേഷം കുറെ വൃത്തികെട്ടവന്മാർ വരും. ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, കുറെ ആളുകൾ വരും. എന്താണ് അവരുടെ കുഴപ്പം? അല്ലാഹു സ്വലാത്ത്, അവർ നമസ്കാരത്തെ പാഴാക്കിക്കളയും. വത്തബഉശ്ശഹവാത്ത്, സ്വന്തം ഇച്ഛ, വെള്ളമടി, പെണ്ണുപിടുത്തം, കഞ്ചാവ്, ഇതെല്ലാം ചെയ്യുന്ന ഇച്ഛകൾക്ക് പിറകെ പോകുന്ന വൃത്തികെട്ടവന്മാർ വരുമെന്ന് ഖുർആൻ പറയുന്നു. ഫസൗഫ യൽഖൗന ഗയ്യാ, അതുമൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു. ഇനി ഇങ്ങനെ അല്ലാത്ത ആളുകൾ ഉണ്ട് എന്നാണ് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നത്. അവരാരാണ്? ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന ശൈആ. തെറ്റുകൾ സംഭവിച്ചു, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അറിയാതെ വന്നുപോയ തെറ്റുകൾക്ക് പശ്ചാത്താപിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർ കഴിഞ്ഞുപോയ തെറ്റിൽ തുടരാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നീട് അള്ളാഹു താല കാണുകയും ഞാൻ ഇതിനുത്തരം പറയേണ്ടി വരികയും ചെയ്യുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടു കൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇതിൽ നിന്നൊഴിവാകുന്നു. നേരത്തെ പറയപ്പെട്ട ആ കള്ളന്മാരിൽ നിന്നും ഒഴിവാകുന്നു. അവർക്കെന്താണ്? അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. അവർ ഒട്ടും അനീതിക്ക് വിധേയരമാവുകയില്ല. ഇത് രണ്ടും സൂറത്ത് മറിയമിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാത്ത് ഫമൻ തറക്കഹ ഫഖദ് കഫറ. സത്യവിശ്വാസികളുടെയും മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെ ഇടയിലുമുള്ള ഒരു വ്യത്യാസം, വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസം നമസ്കാരമാണ്. അപ്പോൾ ആരെങ്കിലും നമസ്കരിക്കുന്നുവെങ്കിൽ അവൻ വിശ്വാസിയാണ്, പേരുകൊണ്ടും കുടുംബമഹിമ കൊണ്ടും എല്ലാം മുസ്ലിമാണെന്ന് തോന്നുന്നുവെങ്കിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവൻ അമുസ്ലിമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അതിനാൽ ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ അവൻ കുഫർ ചെയ്തിരിക്കുന്നു. പേര്, കുടുംബം, ഹാജിയാരുടെ മകൻ, ഉപ്പുപ്പ ഹാജിയാർ, ഇതൊന്നും ഒരു കാര്യമല്ല. അവരവർ നിസ്കരിച്ചാൽ അവർ മുസ്ലിമായി, അവരവർ നിസ്കരിച്ചില്ലെങ്കിൽ അവർ കാഫറായി. നമസ്കാരമാണ് ബൈനൽ കുഫ്രി വൽ മുസ്ലിമി, മുസ്ലിമിൻ്റെയും കുഫറിൻ്റെയും വ്യത്യാസം അടയാളപ്പെടുത്തുന്ന ആ മാനദണ്ഡം എന്ന് പറയുന്നത് നമസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫറ. വെറുതെ അല്ല പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കണം അവൻ കാഫിറാണ്, അവൻ മുസ്ലിം സൊസൈറ്റിയിൽ അംഗമാകുവാൻ യോഗ്യത ഉള്ളവനല്ല. അങ്ങനെ യോഗ്യത ആ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് മുസ്ലിം ആകുക എന്നുള്ളതിൻ്റെ ഒരു മാനദണ്ഡം നമസ്കാരമാകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ മുസ്ലിമാണ് എന്നുള്ള എൻ്റെ പാസ്പോർട്ടോ അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റോ നോക്കുമ്പോൾ കാണുന്നവർക്ക് തോന്നാം, പക്ഷേ എൻ്റെ റബ്ബിൻ്റെയും എൻ്റെയും ഇടയിൽ വേർതിരിക്കുന്നത്, മുസ്ലിമിനെയും അമുസ്ലിമിനെയും തമ്മിൽ വേർതിരിക്കുന്നത് എൻ്റെ നമസ്കാരമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അബൂ സുഫിയാൻ പറയുകയാണ്, സമീഅ്തു ജാബിർ യഖൂൽ സമീഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫ്രി തറക്കസ്സലാത്ത്. അബൂ സുഫിയാൻ മക്കം ഫതഹിന്റെ സമയത്ത് മുസ്ലിമായി വന്ന ആൾ അബൂ സുഫിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ, നബിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദ് വഹ്ഷിയെ കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചാപ്പായ ഹംസ റളിയല്ലാഹുവിനെ കൊന്നു കളഞ്ഞ ആ അബൂ സുഫിയാൻ പിന്നീട് മുസ്ലിമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് എന്താ പറഞ്ഞതെന്നറിയാവോ? ഒരു മനുഷ്യനും ഷിർക്കിനും കുഫറിനും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഒഴിവാക്കലാണ്. ആരാ പറഞ്ഞത്? അബൂ സുഫിയാൻ റിപ്പോർട്ട് ചെയ്യാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട്. അപ്പോൾ ഒരു മനുഷ്യനെ മുസ്ലിമായിട്ട് പരിഗണിക്കണമെങ്കിൽ അവൻ നിസ്കരിക്കുന്നവനായി. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതിയോ? അത് പിന്നീട് നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഇനി സത്യവിശ്വാസികളിലെ രണ്ടാമത്തെ ലക്ഷണമായിട്ട് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണവർ. നമുക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ അവർ തലയിടില്ല. അവിടെയും തോണ്ടി ഇവിടെയും തോണ്ടി അവിടെയും ചൊറിഞ്ഞ് ഇവിടെയും ചൊറിഞ്ഞൊന്നും സത്യവിശ്വാസികളായ ആളുകൾ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നിൽക്കില്ല എന്നാണ് ലക്ഷണമായി സത്യവിശ്വാസികളെ രണ്ടാമത്തെ ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. 7 ക്വാളിറ്റിയിൽ ഒരു ക്വാളിറ്റി നമസ്കാരമാണ്. രണ്ടാമത്തെ ക്വാളിറ്റി അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്നവരാണ്.
വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിൽ തിരിഞ്ഞു കളയുന്നവരാണ് സത്യവിശ്വാസികൾ. നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മുടെ ഇടപെടേണ്ട കാര്യത്തിലല്ലാത്ത കാര്യങ്ങളിലൊന്നും സത്യവിശ്വാസികൾ ഇടപെടില്ല. അങ്ങനെ ആരെങ്കിലും ഇടപെടുന്നുണ്ടെങ്കിൽ അവർ അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. സത്യവിശ്വാസികൾ ലക്ഷ്യങ്ങൾ രണ്ടാമതായി പറഞ്ഞിട്ടുള്ള അവർ വ്യർത്ഥമായ ലഘുവ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ ഒഴിഞ്ഞു നിൽക്കുമെന്നാണ്. കാര്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ എല്ലാ സംഗതിയും, അത് വാക്കാവട്ടെ പ്രവൃത്തിയാകട്ടെ സംഭവം ഏതാട്ടെ, നമ്മളെ ഫോണിൽ ഇങ്ങനെ തോണ്ടി വിടുന്നൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് വിജയികളായ സത്യവിശ്വാസികൾ നമസ്കാരത്തിൽ അള്ളാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളിൽ നിന്നും നമസ്കാരത്തിന് പുറത്ത് വ്യർത്ഥമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ വിട്ടത്. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സത്യവിശ്വാസികളായ ആളുകൾ നിസ്കരിക്കാൻ നിന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മാത്രമേ അവർ തിരിഞ്ഞു നിൽക്കുകയും അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാലോ അവരുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിലും അവരിടപെടില്ല. നമസ്കാരം ശരിക്കും നിർവഹിക്കുവാനുള്ള കഴിവും പരിചയം എത്രമാത്രമുണ്ടോ അതനുസരിച്ച് ഈ രണ്ടാമത്തെ ഗുണവും ലഭിക്കുന്നതാകുന്നു. അള്ളാഹു പറയാണ്, വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമാ. വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്നിടത്തുകൂടി പോകുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ. സത്യവിശ്വാസികൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഓടിച്ചെന്ന് അതിൻ്റെ ഇടയിൽ കിടന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ കലുഷിതമാക്കുവാനോ അല്ലെങ്കിൽ മര്യാദക്കുള്ള പ്രശ്നത്തിൽ ചെന്ന് ഇടിയുണ്ടാക്കാനോ എന്നവരുണ്ടായാലും അവർ പോകുമ്പോൾ മറൂ കിറാമ, മാന്യമായാണ് അവർ നടന്നു പോകുന്നത്. ആ മാന്യത ആർക്കെല്ലാം ഉണ്ടോ അവർ സത്യവിശ്വാസികളുടെ രണ്ടാമത്തെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുന്നു. ഇനി പ്രവാചകൻ സൂറത്ത് അന്നാമിൽ 68 ആയത്തിൽ പറയണം, وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ وَإِمَّا يُنْسِيَنَّكَ الشَّيْطَانُ فَلَا تَقْعُدْ بعد الذكرى مع القوم الظالمين. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അപഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ അവർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ആവശ്യമില്ലാത്ത TV ചർച്ചകളൊക്കെ നമ്മൾ കാണുമ്പോൾ അന്തം വിട്ടുവും ഖുർആനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചൊക്കെ വെറുതെ വന്ന് ഇങ്ങനെ വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്ന ആളുകൾ ഉൾപ്പെടെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്നെല്ലാം എന്ത് വേണം, നമ്മൾ തിരിഞ്ഞു കളയണം. നമ്മൾ ആ ഭാഗത്തേക്ക് പോകരുത്. ഇനി വല്ലപ്പോഴും നിന്നെ പിശാചി കാര്യങ്ങളെ മറപ്പിച്ച് നിങ്ങൾ അറിയാതെ പെട്ടുപോയാലോ, ഓർമ്മ വന്നതിന് ശേഷം അക്രമികളായ ആളുകളുടെ കൂടെ നീ ഇരിക്കരുത്. ഇസ്ലാമിക വിശ്വാസ സംഹിതകൾക്കെതിരായി ആരെല്ലാം പ്രവർത്തിക്കുകയും അതനുസരിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഭാഗഭാഗാക്കുകയോ അതിൽ പോയിരിക്കുകയും ചെയ്യരുത്. ഏതെങ്കിലും കാരണവശാൽ ഷെയ്ത്താൻ അത് നമ്മളെ മറപ്പിച്ച് ഓർമ്മ വരുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സൂറത്ത് അൽ-അൻആമിൽ 68 ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി വഇദാ സമിഉൽ ലഗ്വ ഖറദു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വ്യർത്ഥമായത് അവർ കേട്ടാൽ അവർ അതിൽ നിന്നും തിരിഞ്ഞു പോകും. അവർ പറയുകയും ചെയ്യും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് സലാം. സാധാരണ ഈ അറബികൾ ആയിട്ട് കൂടുതൽ ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു ശൈലിയുണ്ട്. നമ്മളിപ്പോൾ അറബികളുമായി കൂടുതൽ ബന്ധപ്പെടുന്നവർക്കറിയാം, അവരുടെ അടുത്ത് അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ മണ്ടത്തരങ്ങളും അതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരുടനെ പറയും അസ്സലാമു അലൈക്കും. അതിനർത്ഥം നീ നിൻ്റെ വഴിക്ക് പോയിക്കൊള്ളുക, ഞാൻ ഇതിൽ നിന്ന് ഒഴിവാകുന്നതാണ്. നമ്മൾ അറബികളുമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ അവരോടനെ പറയും അസ്സലാമു അലൈക്കും. ആ അസ്സലാമു അലൈക്കും നമ്മൾ വലൈക്കും സലാം എന്ന് പറഞ്ഞാൽ മറുപടി പറയാൻ വേണ്ടി അല്ല, മറിച്ച് ഇവിടെ വെച്ച് നിർത്തിക്കോളൂ, നീയും ഞാനും തമ്മിൽ നമ്മുടെ പോയിന്റുകൾ തമ്മിൽ ഇവിടെ വെച്ച് യോജിക്കാവുന്ന മേഖലകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് നമുക്കിവിടെ വെച്ച് ഒഴിവാക്കാം. ഞങ്ങൾ വിഡ്ഢികളെ ആവശ്യപ്പെടുന്നില്ല. അതിൻ്റെ ഒരു അർത്ഥം കൂടിയുണ്ട്. നീ വിഡ്ഢിയാണ് അല്ലെങ്കിൽ കേൾക്കുന്ന ഇയാൾ വിഡ്ഢിയാണ്. ആരാണോ സലാം പറയുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ വിഡ്ഢിയാണ് എന്നും കൂടി ഖുർആൻ പറയുന്നുണ്ട്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തറക്കഹു മാല യഅനീഹി. നല്ലൊരു ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നൊരു വ്യക്തിയുടെ ഇസ്ലാമിക നന്മയിൽപ്പെട്ട നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യങ്ങളിലൊക്കെ കയറി തലയിടാതിരിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമികമായ നന്മയിൽപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയും അതിൻ്റെ അപ്പുറത്തെ ചർച്ചയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങളും ചർച്ചകളും പോസ്റ്റിടലും ഇതൊക്കെ ഒഴിവാക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സത്യവിശ്വാസികളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. ഇനി അടുത്തത് ഞാൻ വേഗം എടുത്തു തീർക്കുകയാണ്. മൂന്നാമത്തത് സക്കാത്ത് കൊടുത്ത് വീട്ടുന്നവരാണ് അവർ. നമുക്കെപ്പോഴും മടിയുള്ളൊരു കാര്യമാണ്. നമുക്ക് സക്കാത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ലോകത്തില്ലാത്ത സംശയങ്ങൾ, അത് ഇത്ര പെർസെൻ്റാണോ അത് അത്ര പെർസെൻ്റാണോ, ജോലിക്ക് ഇത്രയാണെങ്കിലോ അറ്റൻഡിന് ഇത്രയാണോ, കച്ചവടത്തിന് ഇത്രയാണോ, പിന്നെ വെള്ളം ഒഴിച്ച് നടക്കുന്ന പറമ്പിൽ നിട്ടുന്ന തേങ്ങക്ക് എത്രയാണോ, ഇത്ര ഭയങ്കര സംശയങ്ങളാണ്. പക്ഷെ ഖുർആൻ പറയുന്നത് സത്യവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽ നല്ല ആളുകളെന്ന നിലക്ക് അവർ സക്കാത്ത് കൊടുത്തു വീട്ടുന്നവരാണ് എന്നാണ് പറഞ്ഞത്. വല്ലദീനഹും ലിസ്സക്കാത്തി ഫായിലൂൻ, കൃത്യമായി ആ സൽക്കർമ്മം ചെയ്തു വീട്ടുന്നവരാണ് സത്യവിശ്വാസികളെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. സത്യവിശ്വാസികൾ ലക്ഷങ്ങളിൽ മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അവർ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കും. സക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പരിശുദ്ധി, ആത്മശുദ്ധി, വളർച്ച എന്നൊക്കെയാണ്. അപ്പോൾ സക്കാത്തിൻ്റെ അർത്ഥം അതാണ്. ധാർമ്മികമായ വളർച്ചയും ആത്മീയമായ പരിശുദ്ധിയും അതുമൂലം ലഭിക്കുന്നു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ നിർവചന പ്രകാരം സക്കാത്ത് എന്നത് അള്ളാഹുവിന് ആരാധന എന്നോണം, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമസ്കാരവും കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നതാണ് സക്കാത്ത്. അപ്പോൾ സമ്പത്തുകളിൽ ആരാധന നിർണിതമായ ചില സമ്പത്തുകളിൽ നിന്നും നിർബന്ധവും നിർണിതവുമായ ഒരു വിഹിതം നിർണിതമായ അവകാശികൾക്ക് നൽകുന്നതിനെയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമസ്കാരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഭൂരിഭാഗം വചനങ്ങളിലും അതിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നുള്ളത്. ഖുർആൻ 30 സ്ഥലങ്ങളിൽ സക്കാത്ത് പരാമർശിച്ചപ്പോൾ 27 സ്ഥലങ്ങളിൽ നമസ്കാരവുമായി ചേർത്തുകൊണ്ടാണ് സക്കാത്തിനെ പറഞ്ഞത്. അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാത്ത് എന്ന് 27 സ്ഥലങ്ങളിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂന വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ഇതിൻ്റെ പിന്നിൽ വലിയ ആയത്ത് ഇറങ്ങാനുള്ള വലിയ ചരിത്രങ്ങളൊക്കെ നമ്മൾ സമയമില്ലാത്തതിന് അതിലേക്കൊന്നും പോയി നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിക്കുന്നതായാലും തീർച്ചയായും അള്ളാഹു അതിനെപ്പറ്റി അറിയുന്നവനാകുന്നു. സൂറത്ത് ആൽ ഇമ്രാനിൽ 92-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി 4-ാമത്തേത്, തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു വിഭാഗം ആളുകളാണ് തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കാത്തവർ. ഖുർആൻ പറഞ്ഞത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. തങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരുമത്രേ അവർ. ആര്? സത്യവിശ്വാസികളുടെ ക്വാളിറ്റികളിൽ 4-ാമതായി പറഞ്ഞിരിക്കുന്നതാണിത്. തങ്ങളുടെ ഭാര്യമാരുമായുമോ അല്ലെങ്കിൽ തങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീകളുമായുള്ള ബന്ധമൊഴികെ. അപ്പോൾ അവർ ആക്ഷേപാർഹരല്ല. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അതിക്രമികൾ. ഇത് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ നിത്യജീവിതത്തിൽ കാണും. ഇപ്പം നമ്മുടെ നാട്ടിൽ പല കൊലപാതകങ്ങളും ഇന്നലെ വരെയും ഇന്നത്തെ ന്യൂസിലുണ്ട്. ഒരു ആജിയാർ 10-600 പാവം കൊണ്ടേ കൊടുത്തു. അവിടെ അത് പല ഇമ്മോറൽ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടും കൂടോത്രമായി ബന്ധപ്പെട്ടുണ്ട്. 2 ദിവസം മുമ്പ് മലപ്പുറത്ത് ഒരു പെൺകുട്ടിയെ 33 വയസ്സുള്ള പെൺകുട്ടിയെ 28 വയസ്സുള്ള ഒരു പയ്യൻ കൊന്നു. നേരെ തമിഴ്നാട്ടിലൊക്കെ. ഇതൊക്കെ ഈ ഇമ്മോറൽ ട്രാഫിക്, അതായത് ഗുഹ്യാവയം സൂക്ഷിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് സൂക്ഷിക്കണം. സത്യവിശ്വാസികൾ അങ്ങനെയുള്ളവരല്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 ആളുകൾക്ക് ആരുടെയും തണലില്ലാത്ത അള്ളാഹുവിൻ്റെ മാത്രം തണലുള്ള മഹ്ശറയിൽ വെച്ച് തണലിൽ ലഭിക്കുന്ന 7 കൂട്ടരിൽ 5-ാമത്തെ ആയിട്ട് പറഞ്ഞതാണ് വറജുലുൻ ദഅത്തുഹു ഇംറഅത്തുൻ ദാത്ത മൻസബിൻ വ ജമാലിൻ
ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഭയങ്കരമായ സൗന്ദര്യം, കുലീനത, ആഢ്യത്വം, സമ്പത്ത്, ഇതെല്ലാം കൂടി ചേർന്ന ഒരു പെണ്ണ് ഒരാളെ അവളുമായി വേഴ്ച നടത്തുവാൻ ക്ഷണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ട എല്ലാ ക്വാളിറ്റീസും ചേർന്ന സമ്പത്തും സൗന്ദര്യവും ആഢ്യത്വവും ഒക്കെ ഉള്ള ഒരു പെണ്ണ് ഓക്കെ കടന്നു വന്നോളൂ എന്ന് പറയുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഈ മ്ലേച്ഛമായ പ്രവൃത്തിയിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് നാളെ അള്ളാഹു ഒരു തണലുമില്ലാത്ത അള്ളാഹുവിൻ്റെ തണൽ മാത്രമുള്ള തണൽ നൽകും. ഞാനൊരു സംഭവം പറയാം. കാറ്റ് സ്റ്റീവൻസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന പോപ്പ് ഗായകനായിരുന്നു. പോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വൃത്തികെട്ട കോലം, മുടി നീട്ടി, തുണിയൊന്നുമില്ലാത്ത പെണ്ണുങ്ങളെയൊക്കെ ആവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും വസ്ത്രം, ചിലപ്പോൾ ഒരു വസ്ത്രം പോലെ നമ്മളെ മൈക്കിൾ ജാക്സന്റെ ടീമിനാണ് ഈ പോപ്പ് ഗാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗാനം അല്ലെങ്കിൽ ഒരു പോപ്പ് ഗായകനായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. അപ്പോൾ ഈ നിങ്ങൾക്കറിയാം വെള്ളമടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലുണ്ടാകും. അവർ നടത്തുന്ന പരിപാടികളിലൊക്കെ ഭയങ്കരമായ സൗണ്ടും ഈ പറയപ്പെട്ട എല്ലാ വൃത്തികേടുകളുമുള്ള അത്തരം സംഭവങ്ങൾ നടക്കുന്ന അതിനും പാട്ട് പാടുന്ന ഒരാളായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. ഈ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ QVPയുടെ ബുക്ക് നമ്മൾ കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രംഗം ഇതാണ്. കാരണം കാറ്റ് സ്റ്റീവൻസിന് ഒരിക്കൽ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരാൾ കൊണ്ടുപോയിട്ട് സൂറത്ത് യൂസുഫിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊണ്ടുപോയി കൊടുത്തു. കാറ്റ് സ്റ്റീവൻസ് അത് വാങ്ങി. അങ്ങനെ അദ്ദേഹം എനിക്ക് തോന്നുന്നതൊരു ഫ്ലൈറ്റ് യാത്രയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. കാറ്റ് സ്റ്റീവൻസ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഖുർആനിലെ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം പൂർണ്ണമായി ആദ്യം മുതൽ അവസാനം വരെ സൂചിപ്പിച്ച ഒരേ ഒരു സൂറത്ത് യൂസുഫാണ്. അപ്പോൾ യൂസുഫ് നബിയുടെ ചെറുപ്പകാലത്ത് സഹോദരന്മാരുടെ ആ ഒരു ഇതുകൊണ്ട് പൊട്ടക്കിണറ്റിലിടെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഇമ്രത്തുൽ അസീസ് എന്നൊക്കെ പറയുന്ന ആ ആളുടെ വീട്ടിലെത്തി നല്ല കോമളനായി യുവായപ്പോൾ ആ രാജാവിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് യൂസുഫ് നബിയോട് അനുരാഗവും അവർക്ക് മറ്റൊരു രൂപത്തിലേക്കുള്ള ചിന്തയും വന്നപ്പോൾ യൂസുഫ് നബിയെ കടന്നു പിടിക്കുന്നൊരു കാര്യം ഇങ്ങനെ കാറ്റ് സ്റ്റീവൻസ് ഇങ്ങനെ വായിച്ചു പോയപ്പോൾ യൂസുഫ് നബി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. കാരണം ഇത്രയും സൗകര്യവും ആ നാട്ടിലെ ഏറ്റവും കുലീനയും ആഢ്യത്വവും സൗന്ദര്യമുള്ള ഒരാൾ ഒരു തെറ്റായ കാര്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ ആരുമില്ല. എന്നിട്ട് പോലും യൂസുഫ് നബി അവിടെ നേടിയിട്ടപ്പോൾ യൂസുഫ് നബി പറഞ്ഞ കാര്യം ഇന്നി അഖാഫുല്ലാഹ് എന്നാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന പോപ്പ് ഗായകനായ സർവ്വവൃത്തികേടുകളും ചെയ്തുകൊണ്ടിരുന്ന കാറ്റ് സ്റ്റീവൻസ് തൊട്ടടുത്ത നിമിഷം മുസ്ലിം ആവുകയാണ്. ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്നത് യൂസുഫുൽ ഇസ്ലാം എന്നാണ്. അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട്. ആ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഇസ്ലാമിക് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനുമായിട്ടൊക്കെ ഒരുപാട് കോഴ്സുകൾ നടത്തുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് ഈ പോപ്പ് ഗായകൻ മാറാനുള്ള ഒരേ ഒരു ആയത്ത് സൂറത്ത് യൂസുഫിൽ വന്ന ഈ ഒരു ആയത്താണ് ഇങ്ങനെ കുലമഹിമയുള്ള ആഢ്യത്വമുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ് വൃത്തികേടിലേക്ക് ക്ഷണിച്ചിട്ട് പോയില്ല. എന്തുകൊണ്ട്? ഇന്നി അഖാഫുല്ലാഹ്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇങ്ങനെയാണല്ലോ ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന സദാചാര നിബദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരേ ഒരു മതമുള്ളത് ഇസ്ലാം മാത്രമാണ് എന്ന് കാറ്റ് സ്റ്റീവൻസ് മനസ്സിലാക്കുകയും യൂസുഫുൽ ഇസ്ലാം എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും അതിനെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ട്രാൻസ്ലേഷനാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. അപ്പോൾ അതുകൊണ്ട് QVPയുടെ ബുക്ക് കൊടുക്കുവാൻ സൗകര്യം കിട്ടുന്ന എല്ലാവരും തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു പക്ഷേ അത് വായിക്കുന്ന ആരെങ്കിലും ഒരാൾ മുസ്ലിം ആവുകയും ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഈ ലോകവും ഇതിനേക്കാളും ഉണ്ടാകുന്നതിനപ്പുറത്തുള്ള എല്ലാ ലോകങ്ങളും ചേർന്ന് പമ്പിച്ച പ്രതിഫലമായിരിക്കുമെന്ന് ഓർക്കുക. സാന്ദർഭികമായി ഞാൻ അത് ഉണർത്തിയെന്നുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, മൻ യൽമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ആരെങ്കിലും തൻ്റെ രണ്ട് താടിയലുകൾക്കിടയിലുള്ള സാധനം, നാക്കിനും രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ള നമ്മുടെ ലൈംഗിക അവയവത്തിനും എനിക്ക് ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ
അവർക്ക് ഞാൻ സ്വർഗം കൊടുക്കാമെന്ന് ഗ്യാരണ്ടി തരാം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഗ്യാരണ്ടി തരിക, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്യാരണ്ടി നൽകുകയാണ്. നമുക്കറിയാം, നമ്മളൊരു ഫ്രിഡ്ജോ മെഷീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി കിട്ടും. അതിനേക്കാളും വലിയ അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം ഗ്യാരണ്ടി നൽകാമെന്ന് പറയുകയാണ്. 2 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി: നാവും ലൈംഗിക അവയവം. ഇത് രണ്ടും ആവശ്യമില്ലാത്തടത്ത് ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം ഗ്യാരണ്ടി നൽകുന്നു. ഇനി അടുത്തത് 5-ാമത്തേതും 6-ാമത്തേതും ഈ ലക്ഷണമായി പറഞ്ഞത് വല്ലദീനഹും ലി അമാനാത്തിഹിം വഅഹദിഹിം റാഊൻ. തങ്ങളുടെ അമാനത്തുകളും കരാറുകളും പാലിക്കുന്നവരാണ്. വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കില്ല, വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുത് എന്ന് നമ്മൾ പാട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ അമാനത്തുകളും കരാറുകളൊക്കെ സൂക്ഷിക്കുന്നവരായിരിക്കും സത്യവിശ്വാസികൾ. ലക്ഷണങ്ങളായി 5-ാമതായും 6-ാമതായും പറഞ്ഞിട്ടുള്ളത് അവർ വിശ്വസ്തതകളെയും കരാറുകളെയും പാലിക്കുന്നവരായിരിക്കുമെന്നാണ്. മറ്റുള്ളവർ ഏൽപ്പിച്ചതോ സ്വയം ഏറ്റെടുത്തതോ സ്വയം ചെയ്യുമെന്ന് മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെടുന്നതോ ആയ കാര്യങ്ങളെല്ലാം അമാനത്ത്, വിശ്വസ്തതകൾ എന്ന് പറഞ്ഞുൾപ്പെടുന്നു. നമ്മളൊരു സംഘടനയുടെ ഏതെങ്കിലും ഒരു മെമ്പറോ സെക്രട്ടറിയോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഒക്കെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അതുമുതൽ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഏതാണ് ഉത്തരവാദിത്തം, ഇതെല്ലാം ആ ഉത്തരവാദിത്തങ്ങൾക്കെല്ലാം അമാനത്തുകൾ എന്ന് പറയുന്നു. അത് പൂർത്തീകരിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ളതും അള്ളാഹുവിനും മനുഷ്യനും ഇടയിലുള്ളതുമായ വിശ്വസ്തതകളും ഇതിലടങ്ങുന്നു. മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങളും കരാറുകളുമെല്ലാം അഹദ് എന്ന വാക്കിൽ ഉൾപ്പെടും. തരാമെന്ന് പറഞ്ഞിട്ട്, വരാമെന്ന് പറഞ്ഞിട്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ലംഘിക്കുന്നവർ സത്യവിശ്വാസികളിൽ പെടില്ല എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. ഈ ഹദീസ് എനിക്കറിയാം. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഷൈനി അലാമത്തുൽ മുനാഫിഖ്. മുനാഫിഖിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആയത്തുൽ മുനാഫിഖി സലാസുൻ. മുനാഫിഖിൻ്റെ ലക്ഷണങ്ങൾ 3 ഇദാ ഹദ്ദസ കദിബ. സംസാരിച്ചാൽ കളവേ പറയുള്ളൂ. ഫോൺ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ ദേ പുറപ്പെട്ടു എന്ന് പറയും. വീട്ടിൽ ചിലപ്പോൾ കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ 3/4 മണിക്കൂർ മുമ്പേ വേണമെങ്കിൽ പുറപ്പെടാമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കള പറയും. ഇതിന് ഉദാഹരണം പറഞ്ഞാണ് വൈദാ വായദ അഖ്ലഫ. വാഗ്ദാനങ്ങളൊക്കെ ചെയ്താൽ അത് പാലിക്കുകയില്ല, അത് ലംഘിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലരുടെയും വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുന്നവരാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർ. ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ലക്ഷണത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് എല്ലാവരും കാത്തു സൂക്ഷിക്കുക. ഇനി വൈദാത്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. ഈ 3 ലക്ഷണങ്ങളും വാഴത് അല്ലെങ്കിൽ അമാനത്തുകളുടെ വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കുക. ഇനി 7-ാമത്തെ ലക്ഷണമായിട്ട് ഒരിക്കൽ കൂടി, നേരത്തെ ആദ്യത്തെ ലക്ഷണമായിട്ട് നമസ്കാരത്തിൻ്റെ ഖുശൂ പറഞ്ഞിട്ട് 7-ാമത്തെ ലക്ഷണമായി ഒന്നുകൂടി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാൻ ഒന്നുകൂടി ആ സൂറത്തിൽ പറയണം. വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിളൂൻ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ മാത്രമല്ല, സ്ഥിരമായി അവർ നമസ്കരിക്കും. തങ്ങളുടെ നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരാണവർ. നിസ്കരിക്ക് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഒപ്പമല്ല, കൃത്യമായി ദിവസം 5 നേരമായ നിർബന്ധ നമസ്കാരങ്ങളും അതേപോലെയുള്ള റവാത്തിബ് നമസ്കാരങ്ങളൊക്കെ കൃത്യമായി അനുഷ്ഠിച്ചു പോരുന്നവരാണ് സത്യവിശ്വാസികളിലെ സൽക്കർമ്മികാരികളിലെ 7-ാമത്തെ ലക്ഷണം. ഈ 7 ലക്ഷണങ്ങളാണ് ഈ സൂറത്തുൽ മുഅ്മിനീൻ്റെ 1 മുതൽ 11 വരെയുള്ള ആയത്തുകൾ പറയുന്നത്. ഇനി നമസ്കാരത്തിൻ്റെ കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിങ്ങൾക്കറിയാവുന്ന ഒരു ആയത്താണ്. തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു.
നമസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞു, നിസ്കാരം ഒഴിവാക്കിയവൻ മുസ്ലിം അല്ല, മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ടവനല്ല. കാരണം നിസ്കാരം അല്ല പറയാണ് സമയനിർണിതമായ ഒരു ബാധ്യതയാണ്. സുബഹിക്ക് അതിൻ്റെ സമയമുണ്ട്, ളുഹറിന് അതിൻ്റെ സമയമുണ്ട്, അസറിൻ്റെ സമയമുണ്ട്, മഗ്രിബിന് സമയമുണ്ട്, ഇഷാക്ക് സമയമുണ്ട്. ഇതൊക്കെ പിന്നീടാവട്ടെ. നമ്മളിപ്പോൾ ഈ സൈക്കോളജിയിൽ ഇതുണ്ട്, ചില ആളുകളുടെ ഒരു സ്വഭാവമുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ഇത്തിരി കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കും. ഇതിങ്ങനെ അക്യൂമുലേറ്റ് കൂടി വന്നിട്ട് അവസാനം ഒഴിവാക്കി കളയുന്ന പ്രത്യേകമായ മാനസിക സ്വഭാവങ്ങളുള്ള ആൾക്കാരെക്കുറിച്ചൊരു പഠനമുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ ആവട്ടെ, ഇന്നൊരു കാര്യം ഇപ്പോൾ സമയം, നമുക്ക് നാളെ ആവട്ടെ, സമയമുണ്ടല്ലോ എന്നിങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെ നീട്ടി വെക്കുന്ന ആൾക്കാർ. അത് സൈക്കോളജിയിൽ ഒരുപാട് പഠിക്കാനുണ്ട്. സൈക്കോളജി നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് നമസ്കാരം അങ്ങനെ നീട്ടിവെക്കാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, മുറുസ്സിബിയ ബിസ്വലാത്തി ഇദാ ബല സബഅ സിനീൻ വൈദാ ബല അശറ സിനീൻ ഫദ്രിബൂഹു അലൈഹ. അള്ളാഹുവിൻ്റെ റസൂൽ മക്കളെ അടിക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയമാണ് നിസ്കരിച്ചില്ലെങ്കിൽ മക്കളെ അടിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ യൂറോപ്പിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, നമ്മുടെ GCCയിലാവട്ടെ മക്കളെ അടിക്കാൻ പാടില്ല. അവരുടെ വയലേഷനാണ്, റൂൾ വയലേഷനാണ്. കാരണം നാഷണൽ റൂളിൻ്റെ വയലേഷനാണ് മക്കളെ അടിക്കാൻ പാടുള്ളത്. യൂറോപ്പിലൊക്കെ ഏതെങ്കിലും ഒരു കുട്ടി എൻ്റെ പിതാവ് എന്നെ അടിച്ചു എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് 3 വർഷം വരെ തടവ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അടിക്കാൻ പാടില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂല് അടിക്കാൻ മുസ്ലിങ്ങൾക്ക് അനുമതി കൊടുത്തൊരു വിഷയം, 7ാമത്തെ വയസ്സ് മുതൽ നിങ്ങൾ നിസ്കരിക്കാൻ പറയാം മക്കളോട്. 10 വയസ്സ് ആയിട്ടും നിസ്കരിച്ചില്ല, പിന്നെ അടിച്ചോളാനാണ് പറഞ്ഞത്. പിന്നെ അടിക്ക് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർണക്കുറ്റി നോക്കി അടിക്കരുത് എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ അടിക്കാം, നമസ്കരിച്ചില്ലെങ്കിൽ മക്കളോട് സ്കരിക്കും മോനെ, സ്കരിക്കും മോളെ എന്ന് പറയാം. ഇനി സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഖുർആൻ പറയാണ്. നരകക്കാരെ നോക്കിയിട്ട് സ്വർഗ്ഗക്കാർ വളരെ സന്തോഷത്തോടുകൂടി ആടിപ്പാടി പോകുന്ന സമയത്ത് നരകത്തിൽ കുറേ അന്തംഗമ്മികൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാർ അങ്ങനെ കിടക്കണ കാണുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളെന്താണ് നരകത്തിൽ വന്ന് ഈ നരകാവകാശികളായതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ വളരെ ദയനീയമായിട്ട് പറയുന്നത് അറിയാമോ? മാ സലക്കക്കും ഫീ സഖർ, അല്ല നിങ്ങളെങ്ങനെ നരകത്തിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ കാലു ലം നകുമിനൽ മുസല്ലീൻ, സമയമുണ്ടായിട്ട് ജീവിതത്തിൽ തലകുത്തി മറിഞ്ഞിട്ട് പോലും ഞങ്ങൾ നമസ്കരിച്ചിട്ടില്ല. ഈ KA കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു സാഹിത്യകാരൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് ബുക്ക് വായിച്ചപ്പോൾ പിന്നെ KA കൊടുങ്ങല്ലൂരിനെ നമ്മളെ അബ്ദുറഹ്മാൻ സാഹിബ് എടുത്തു വളർത്തിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ സുന്നത്ത് നോമ്പ് വരെയും പിടിക്കുന്ന വളരെ ദീനിയായൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ കൂടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ നിസ്കരിച്ചിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്രാവശ്യം അബ്ദുള്ള ചോദിച്ചു, അല്ല ഇത്രയും ദീനിയായി പിന്നെ ജീവിക്കുന്ന ഒരാളുടെ കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പടിഞ്ഞോട്ട് തിരിഞ്ഞില്ല കൂട്ടരെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി തോന്നിയില്ല. നമുക്കങ്ങനെയല്ലേ, നമ്മുടെ കൂടെ നമ്മൾ കാണുന്ന പല ആളുകളും നിസ്കരിക്കാത്ത എന്താണെന്ന് അവരോട് നമ്മൾ ചോദിച്ചാൽ തോന്നിയില്ല. അവരാണ് നാളെ പറയാൻ പോകുന്നത് കാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചില്ല. അന്ന് തോന്നിയിട്ട് കാര്യമില്ല, ഇന്ന് തോന്നണമെന്നാണ് പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ അയ്യുൽ അമലു അഹബ്ബ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാന്ന് ചോദിച്ചപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഇനിയോ പിന്നീട് ചോദിച്ചു, നമ്മുടെ സഹാബികൾ അങ്ങനെയാണല്ലോ, ഓരോ ചോദ്യം ചോദിക്കും പിന്നീട് നബി, എന്നിട്ടോ നബിയെ ഒന്നാമത്തേത്, അപ്പോൾ രണ്ടാമത്തതോ സുമ്മ ബിറുൽ വാലിദീൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക, അവർക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യുക. വീണ്ടും അവർ ചോദിച്ചു, പിന്നെയോ അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. അപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞത് നമസ്കാരമാണ്. നിങ്ങൾ ജിഹാദ് ചെയ്യാനൊക്കെ ചില ആൾക്കാർ ചാടി പുറപ്പെടും, അതിനു മുമ്പ് നിസ്കരിക്കാൻ പോകാനാണ് അള്ളാഹ് പറഞ്ഞത്. ഇനി ഈ കൂട്ടരാണ് ആ ആയത്തിൻ്റെ അവസാനം സൂറത്തുൽ മുഅ്മിനീൻ പറയാണ്, ഉലായിക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഈ 7 സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞവരാണ് സ്വർഗത്തിൻ്റെ അനന്തരാവകാശികൾ. അതായത് ഉന്നതമായ സ്വർഗം അനന്തരാവകാശമായി നേടുന്നവർ. ഇനിയോ അവരതിൽ നിത്യവാസികളായിരിക്കും. ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ ഫഇന്നഹു ഔസത്തു അൽ ജന്ന വഅഅല അൽ ജന്ന അറാഹു ഫൗഖഹു അർഷു അൽ റഹ്മാൻ വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ പ്രത്യേകം ചോദിക്കേണ്ടത് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ റബ്ബേ. സ്വർഗമല്ല ചോദിക്കേണ്ടത്, പിന്നെയോ ജന്നാത്തുൽ ഫിർദൗസ് ആണ് അള്ളാഹുവെ ഞങ്ങൾക്ക് നൽകേണ്ടത്. അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം. കാരണം അത് സ്വർഗത്തിൻ്റെ മധ്യവും സ്വർഗത്തിൻ്റെ അത്യുന്നതവുമാകുന്നു. അതിനു മുകളിലാണ് കരുണാനിധിയായ അള്ളാഹുവിൻ്റെ സിംഹാസനം. അതിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടി ഒഴുകുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. നമ്മളെപ്പോഴും ഓതുന്ന സൂറത്തുൽ ബഖറയിലുള്ള സൂറത്തുൽ കൗഫിലുള്ള ഒരു ആയത്താണ്. എന്താണ്? തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗം. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് അത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത് വിജയികളായി ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് കൂടൽ നാം പറഞ്ഞതും കേട്ടതുമെല്ലാം നമുക്ക് അനുഗ്രഹമായി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടുന്നതാണ്. ആ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അള്ളാഹുവെ നീ മാറ്റിക്കൊടുക്കണം തമ്പുരാന്. ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി കടങ്ങളും ലോണുകളും ഒക്കെ ആയിട്ട് പ്രയാസപ്പെടുന്നവർ, അതേപോലെ തന്നെ മാനസികമായി നല്ല ജോലി മറ്റു പ്രയാസങ്ങളൊക്കെ കിട്ടാത്തവർ, ഇവർക്കെല്ലാവർക്കും അള്ളാഹുവേ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കണ തമ്പുരാനെ, എല്ലാ നല്ല മുറാദുകളും ഹാസിലാക്കണമേ തമ്പുരാനെ. വേറെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം, നമ്മുടെ നാഷണൽ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് ഷാഹി അവർകൾ നാളെ ഒരു ഓപ്പറേഷന് അഡ്മിറ്റായിട്ട് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ വളരെ നല്ല രീതിയിൽ നടക്കുകയും പൂർണ്ണമായ ആരോഗ്യത്തോടെയും ആഫിയത്തോടുകൂടിയും ദീർഘായുസ്സോടുകൂടി അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുവാനും വീണ്ടും ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് നേതൃത്വം നൽകുവാനും അർഹമുർ റാഹിമീനായ തമ്പുരാനെ അനുഗ്രഹം ചെയ്യണമേ എന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നീ കബൂൽ ചെയ്യണമേ തമ്പുരാന്. മറ്റൊന്ന്, എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ വെറും 4 വയസ്സ് മാത്രം പ്രായമായ ഒരു മകന് രക്തത്തിൽ ചില പ്രയാസങ്ങളുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ആ പിഞ്ചു പൈതലിന് അള്ളാഹുവെ നീ ശിഫ നൽകി ദീർഘായുസ് നൽകി പരിപൂർണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിന് നീ കൺകുളിർമയുള്ള ഒരു മകനായി അതിനെ തിരിച്ചു നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات يا رب العالمين. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.